ഓക്കെ, ഖുറാൻ 2:221 പറഞ്ഞിട്ടുണ്ട്, ബഹുദൈവ വിശ്വാസിനികൾ അവർ വിശ്വസിക്കുന്നത് വരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. അപ്പോൾ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇസ്ലാമിലില്ല. സത്യവിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീയാണ് ബഹുദൈവ വിശ്വാസിനിയേക്കാൾ നല്ലത്. സൗദി അറേബ്യ. പിന്നെ ഖുറാനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 3:20 ഖുറാനിൽ 3:20 പറയുന്നത്, ഇനി അവർ നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ നീ പറഞ്ഞേക്കാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറബികൾ തർക്കിക്കുകയാണെങ്കിൽ, ഖുറൈശികൾ ബഹുദൈവരായ അറബികൾ തർക്കിക്കുകയാണെങ്കിൽ പറയുക, വേദഗ്രന്ഥം നൽകപ്പെട്ടവരോടും അക്ഷരജ്ഞാനമില്ലാത്ത അറബികളോടും നീ ചോദിക്കുക, നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടുവോ? അവർ കീഴ്പ്പെട്ടെന്ന് പറഞ്ഞാൽ അവർ നേർവഴിയിലായി കഴിഞ്ഞു. അവർ പിന്തിരിഞ്ഞു കളഞ്ഞാലോ അവർക്ക് ദിവ്യ സന്ദേശം എത്തിക്കേണ്ട ബാധ്യത മാത്രമേ നിനക്കുള്ളൂ. അള്ളാഹു ദാസന്മാരുടെ കാര്യങ്ങൾ കണ്ടറിയുന്നവനാണ്. എന്താ എന്റെ ഉദ്ദേശം? എനിക്കൊരു ചോദ്യം ഉണ്ട് അവിടെ. അപ്പൊ ഞാൻ നിങ്ങൾ ഈ പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഇസ്ലാമിലെ ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരന് ഈ സ്ത്രീകളെ, അതായത് സ്വന്തം സമൂഹത്തിലുള്ളവർ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിയമം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാർക്ക് ഈ പെൺകുട്ടികളെ ഈ ക്രിസ്ത്യാനികളായ അല്ലെങ്കിൽ ഈ ബുദ്ധന്മാരായ അല്ലെങ്കിൽ ഈ പറഞ്ഞ പിന്നെ ഹിന്ദുക്കളായ സ്ത്രീകളുടെ പുറകെ വിവാഹഭ്യർത്ഥനയോട് നടക്കാൻ പറ്റുന്നത്? മനഃശക്തി തരണേ. ഓക്കെ, നിങ്ങൾ പറയണ എന്തിനാണ് ഈ പെണ്ണുങ്ങളുടെ പുറകെ നടക്കണം, അങ്ങനെയല്ലേ ഇപ്പൊ ചോദിച്ചത്? അതായത് വിവാഹം കഴിക്കാൻ അനുവാദമില്ല എന്ന് അറിഞ്ഞിട്ടും ഈ സ്ത്രീകളുടെ പുറകെ നടന്ന് ഇവരുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്നത് ഇവന്മാരല്ലേ? ഇത് ഇസ്ലാമിക ചെറുപ്പക്കാരല്ലേ ഇത് ചെയ്യുന്നത് മനഃപൂർവ്വം? തീരെ ബുദ്ധിയില്ലാത്തൊരു സാധനല്ലേ ഇത്? എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. അതായത് ഒരു കാരണവശാലും ഈ പുരുഷന്മാർക്ക് ഇവരെ ലീഗലായിട്ട് വിവാഹം കഴിക്കാൻ പറ്റൂല എന്ന് അറിഞ്ഞിരിക്കെ, ഇത് സത്യം പറഞ്ഞാൽ ഇതിന്റെ റീപ്ലൈ എടുത്ത് നിങ്ങൾ ലോകം മുഴുവൻ കേൾപ്പിക്കണം. ഇവർക്ക് ലീഗലായിട്ട് ഈ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. മതമാണ് ഏതോ ഖുറാൻ വാക്യം വായിച്ചു, ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പറയോ? ഒരു മിനിറ്റ് നിക്ക്, ഭാഗത്ത് നിക്ക്. അങ്ങനെയാണെങ്കിൽ ഈ നാറിയ പരിപാടിക്ക് ഈ പെണ്ണുങ്ങളുടെ പുറകെ ഇവന്മാര് മണപ്പിച്ച് നടക്കണേ എന്തിനാണ്? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? സഹോദരി ഇത് കേട്ടെ, സഹോദരി തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കാം. അല്ല, ഞാൻ ചോദിക്കട്ടെ ഇത് കേട്ടെ, ഒറ്റ മിനിറ്റ് കേട്ടെ, ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഈ കേസ് തന്നെ എടുക്കുക. ഈ ചെറുക്കനെ അറിയാം ഇവന് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് ലീഗലി. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. താഴെ ഇത്രയും വലിയ താഴെ കമന്റ് ഇട്ടേക്കുക, അജിക്ക് ഫ്രീ ആയിട്ട് കളി കിട്ടിയ അജി ചെയ്യത്തില്ലെന്ന്. അപ്പൊ താൻ എന്തോ താൻ ക്രിസ്ത്യാനിയാണോ മുസ്ലിം ഒന്നും എനിക്ക് അറിയത്തില്ല. ആ കമന്റ് എടുത്ത് നോക്കിക്കേ, ഒരു ഹിന്ദു സ്ത്രീയെ, ഒരു ഹിന്ദു പെങ്കൊച്ചിനെയോ ക്രിസ്ത്യൻ പെങ്കൊച്ചിനെയോ കളിക്കാനാണോ അപ്പം ഈ മുസ്ലിം ഓടുന്നത്? വെറുതെ സ്ത്രീ ശാപം വാങ്ങണ്ട. ശാപോ? അങ്ങനെ ശപിക്കാൻ മാത്രം ശക്തിയുള്ള ഒറ്റ പെണ്ണ് ദുനിയാവിലില്ല. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. കെട്ടാന്ന് എന്തായാലും കളിയുടെ പറയാണ് നടക്കുന്നത്. അപ്പൊ നിനക്ക് നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് പകുതി ഇല്ലെങ്കിൽ നീയൊക്കെയാണ് കെട്ടി കളഞ്ഞത്, ഞങ്ങളല്ല. ഇപ്പൊ അതിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വേറെ പോകുന്നുണ്ടെങ്കിൽ അത് പറയുക. ഇനി കെട്ടാൻ വേണ്ടി പോകുന്ന കാര്യം പറയാം. ഇതൊന്നും അറിയാത്തപ്പോ ഞാൻ 37 വയസ്സായ സ്ത്രീയാ, 15 വയസ്സ് 16 വയസ്സുള്ള പെൺകുച്ചി, എനിക്കൊരു മകളുണ്ട് 12 വയസ്സായി, അവളിപ്പോ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. മുസ്ലിങ്ങൾക്ക് കിട്ടിയൊരു ശാപമാണ് ഇച്ചിരി ഭംഗി എന്നുള്ളത്. അത് അവർ കാണാനുണ്ട്, കാര്യം തലയിൽ ഊളത്തരമാണ്, കുറെ എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ട് ഈ പറയുന്ന പോലെ. ഇത് കഴിഞ്ഞിട്ടേ പറയാം, എല്ലാവരും പിടിച്ചിരുന്നിട്ട് പറഞ്ഞാൽ മതി, ഞാൻ കേട്ടോളാം, കുഴപ്പമില്ല. ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. അപ്പം എന്തൊക്കെയോ കുറെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചോദിച്ചോ, അള്ളാഹു സംസാരിക്കുമോ? അള്ളാഹു സംസാരിക്കില്ല. ആര് സംസാരിക്കും? മുഹമ്മദ് സംസാരിക്കും. എവിടെ സംസാരിക്കുന്ന? ഇത് എഴുതി സംസാരിക്കും, തുറന്നു വായിക്കണം. ഇപ്പം റെഫറൻസ് കൊണ്ട് ഒന്ന് ആലോചിക്കട്ടെ, കെട്ടാമോ ഇല്ലയോ എന്ന് ഞാൻ തുറന്നു നോക്കട്ടെ, തുപ്പലിട്ട് തപ്പിയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കെട്ടാമെന്ന്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് കെട്ടിയിട്ടില്ലെന്ന്. അപ്പൊ അങ്ങനെ കുറെ മൊണ്ണകളെയാണ് ഞാൻ എന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും വീട്ടിനകത്ത്. ഇത് മൊണ്ണകളാണ്, ഇവന്മാരെ പിന്നാലെ പോകരുത്. കോളടിച്ചില്ലേ? സന്തോഷമായല്ലോ. അതിന് കാരണം BKM പറഞ്ഞതുപോലെ ഞാൻ എടുത്തു വെച്ച് പറഞ്ഞു കൊടുക്കണം. എന്റെ മകളെ 2500 പെണ്ണുങ്ങളാണ് മാറിയിരിക്കുന്നത്. ഇവരാരും പെന്തക്കോസുകാരിങ്ങനെ ട്രാക്ട് കൊടുത്ത് കിടക്കുന്നല്ലോ ചുചേച്ചൻ പറഞ്ഞ് കേറ്റിയതല്ല. ഇവന്മാര് മുറിയണ്ടി കാണിച്ചിട്ട് ആ കളിക്ക് വേണ്ടി മാത്രം വരുന്നതാണ് വണ്ടി എന്ന് ഞാൻ എന്റെ മകളോട് തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കണം. എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? ഇപ്പോഴല്ലേ ചോദിച്ചത്? മനസ്സിലായോ? അതാ
1500 പേര് അങ്ങോട്ട് മാറി. പിന്നെ ഉമ്മൻചാണ്ടിയും ഈ പറഞ്ഞ ചോദിച്ചേശം പോലെ നിങ്ങൾ ആയത്തും കൊണ്ട് ഇറങ്ങിയതാണല്ലോ സ്വർഗത്തിലോട്ട് പെണ്ണുങ്ങളെ കമഴ്ത്തി വിടാൻ. ഇവളുമാര് പോയി ഈ മുറിവേണ്ടിയുടെ പോയി. പെണ്ണുങ്ങളുടെ സൈക്കോളജി എന്താണ്? കിടന്നാ പിന്നെ അവന്റെ പിന്നാലെ പോവും. ഇവനോ കിടന്ന സുഖമല്ല, നീ എങ്ങനെയെങ്കിലും തട്ട് വിട്ട് ഉള്ളതും കൂടെ കട്ടി ഇങ്ങോട്ട് ആടി മോളെ എന്നുള്ളതാണ് ഈ മുറിവേണ്ടിയുടെ പ്രശ്നം. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ